Hello everyone, welcome to Axona's Learning Online Classes. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, ഐ എം അനുഷ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തൊക്കെയാണെന്നോ ഒന്ന് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിലെ കോഡ് നമ്പർ പൊളിറ്റിക്കൽ സയൻസ് 317, കോഡ് നമ്പർ 67, കോഡ് നമ്പർ 69 ബാർ മെയ് ബാർ 4 സെറ്റ് എ. രണ്ട് സെറ്റുകളുണ്ടാവും. അപ്പോൾ അതിൽ സെറ്റ് എയെ പറ്റിയാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് ബ്രീഫായിട്ട് ഒന്ന് ഇൻട്രഡക്ഷൻ നോക്കാം. ഓക്കെ, അതിനകത്ത് ജനറൽ ഇൻസ്ട്രക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. വലിയ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നാലും എന്തൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിൽ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടോപ്പിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് ഉണ്ടാകും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ മറ്റ് ഐഡൻറ്റിഫിക്കേഷൻസ് മാർക്കുകളൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ബുക്കിനകത്ത് ആൻസർ ബുക്കിനകത്ത് എഴുതാതിരിക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത്തരം മാർക്ക് ചെയ്യുന്ന ആൻസർ ഷീറ്റ്സുകൾ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നതായിരിക്കും. പിന്നെ കോഡ് നമ്പറൊക്കെ കൃത്യമായിട്ട് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം. മാത്രമല്ല, നമ്മൾ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് ആൻസേഴ്സ് എഴുതാം. കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പേപ്പേഴ്സ് നോക്കാവുന്നതുമാണ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. 3 hours ആണ് നമുക്ക് എക്സാം ടൈം എന്ന് പറയുന്നത്. 3 hours-നുള്ളിൽ നമ്മൾ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 100 മാർക്സിനാണ് മാക്സിമം മാർക്ക്. 100 മാർക്സ് ആണ്. 100 മാർക്സിനാണ് മാക്സിമം മാർക്ക് ഉണ്ടായിരിക്കുക. അതിനകത്ത് തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ പറയുന്നത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ടോട്ടൽ 54 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 54 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് കൃത്യം അത്രയും 54 ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. നിർബന്ധമായിട്ടും നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് എല്ലതും എന്ന് പറയുന്നു. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിന് നേരെയും അതിൻ്റേതായിട്ടുള്ള മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതും കൃത്യമായിട്ട് മനസ്സിലാക്കി മാർക്ക് എത്രയാണോ ഓരോ ക്വസ്റ്റ്യൻസിനും നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. കൂടുതൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വലിയ ആൻസേഴ്സ് എഴുതുന്നതിന് ടൈം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ മൊഡ്യൂൾ 7A-യും 7B-യും തന്നിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ച് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസിനും അതിനകത്ത് താഴത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിനനുസരിച്ച് ആൻസേഴ്സ് എഴുതുക. പിന്നെ പറയുന്നത് സെക്ഷൻ എ ആണ്. സെക്ഷൻ എയിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 1 to 20 എന്ന് വെച്ചാൽ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിന് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് 21 to 35 വരെയാണ്. 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസിന് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ഏകദേശം 2 മാർക്കാണ് കൊടുക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. സെക്ഷൻ ബി ആണ് പറയുന്നത്. സെക്ഷൻ ബിയിൽ 36 മുതൽ 46 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 36 മുതൽ 46 വരെയുള്ള ക്വസ്റ്റ്യൻസ് അത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. വെരി ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അതിനും ഏകദേശം 2 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് 47 to 52 വരെയാണ്. 47 മുതൽ 52 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 52 ക്വസ്റ്റ്യൻസിന് അതും ഷോർട്ട് ആൻസർ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന് 3 മാർക്കാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ബോർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50 to 80 വരെയുള്ള ബോർഡ്സുകൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി 3 മാർക്കിനുള്ള ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 53 മുതൽ 54 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 53 ഉം 54 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു ലോങ് എസ്സേ പോലെ എഴുതാൻ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ലോങ് ആയിട്ട് എസ്സേ പോലെ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരെ പോകാം കേട്ടോ. ഓക്കെ, സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
ദ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് കോൺസെപ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോൺസെപ്റ്റുകളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ചെയ്തിരിക്കുന്ന ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദ ഓപ്ഷൻസ് ആർ എ മാർക്സിസം, ബി സോഷ്യലിസം, സി കമ്മ്യൂണിസം ആൻഡ് ഡി ലിബറലിസം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലിബറലിസം. അതിൻ്റെ ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ലിബറലിസം ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ലിബറലിസം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി. ലിബറലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുമാണ് ലിബറലിസം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഇംപ്ലീസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ലിമിറ്റഡ് ഗവൺമെൻറ് ആൻഡ് ലൈസ് ഫോർ ഇക്കോണമീസ്. ഇത് കൂടുതലും ഇംപ്ലീസ് അല്ലെങ്കിൽ ഇതിനൊരു കൂടുതലും എന്താണ് അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിന്, ലിമിറ്റഡ് ഗവൺമെൻറ്, ലെസ് ഫെയർ സിസ്റ്റം അല്ലെങ്കിൽ ലെസർ ഫെയർ ഇക്കോണമീസ് തന്നെയാണ്. കാരണം ഇൻഡിവിജ്വൽ റൈറ്റിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കോൺസെപ്റ്റാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതേപോലെ അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അതൊരു ലെസർ ഫെയർ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ലെസർ ഫെയർ ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ലെസർ ഫെയർ ഇക്കോണമീസ് എന്ന് പറയുന്നത്. അതേസമയം അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നൊരു കോൺസെപ്റ്റ് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിബറലിസം എന്നൊരു ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് മറ്റു കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മറ്റു ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം വരുന്നത് മാർക്സിസം ആൻഡ് സോഷ്യലിസം ആണ്. എന്താണ് മാർക്സിസം ആൻഡ് സോഷ്യലിസം? മാർക്സിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മാർക്സിസം. സോഷ്യലിസം എന്ന് പറയുന്നത് കാരണം ഇതൊരു കളക്റ്റീവ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പോ ആയിരിക്കും. മാർക്സിസവും സോഷ്യലിസവും കൂടുതലും ഒരു കളക്റ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓണർഷിപ്പിൻ്റെ കീഴിലായിരിക്കും നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ഇത് ലിബറലിസവുമായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയായിട്ട് അടുത്ത് നിൽക്കാത്ത ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമ്മുടെ ആൻസറിന് അത് വരുന്നില്ല എന്നുള്ളതാണ്. അടുത്ത വരുന്നത് കമ്മ്യൂണിസം ആണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം വരാത്തത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിസം ഒരു റാഡിക്കൽ ഫോം ഓഫ് സോഷ്യലിസം ആണ്. സോഷ്യലിസത്തിൻ്റെ ഒരു റാഡിക്കൽ ഫോമാണ്, എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു റാഡിക്കൽ ഫോമാണ്, സോഷ്യലിസത്തിൻ്റെ ഒരു റാഡിക്കൽ ഫോമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇതും ഡിറക്റ്റ്ലി ഓപ്പോസിറ്റ് ടു ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്നൊരു കോൺസെപ്റ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഈസ് ദ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു. ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഈസ് ദ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു. താഴെ കുറച്ച് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ ദ തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് കോൺസെപ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് കോൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ദ ഓപ്ഷൻസ് ആർ എ ലിബറലിസം, ബി മാർക്സിസം, സി ഗാന്ധിസം ആൻഡ് ഡി ക്യാപിറ്റലിസം. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി മാർക്സിസം. ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി മാർക്സിസം ആണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, മാർക്സിസം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കാൾ മാർക്സ്. നമുക്കറിയാം കാൾ മാർക്സ് അദ്ദേഹം ഒരു ഫിലോസഫറാണ്. കാൾ മാർക്സിൻ്റെ ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ കാൾ മാർക്സ് ആണ് മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇലാബറേറ്റ് ചെയ്യുന്നതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. ആൻഡ് ദർ ആർ ടു മെയിൻ സോഷ്യൽ ക്ലാസസ് ഇൻ ദ സൊസൈറ്റി. അദ്ദേഹം പറയുന്നത് സൊസൈറ്റിക്കകത്ത് രണ്ട് സോഷ്യൽ ക്ലാസ്സസ് ആണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് സൊസൈറ്റിക്കകത്ത് രണ്ട് തരം സോഷ്യൽ ക്ലാസ്സസുകളുണ്ട് എന്നാണ്. ഒന്ന് ദ ബൂർഷ്വാസി ആൻഡ് അനദർ വൺ ഈസ് പ്രോലിറ്റേറിയൻ. ഒന്ന് ബൂർഷ്വാസിയും മറ്റൊന്ന് പ്രോലിറ്റേറിയൻറ്റുമാണ്. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ഒരു ഭരണവർഗം എന്ന രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. മറ്റൊന്ന് പ്രോലിറ്റേറിയൻ്റാണ്. പ്രോലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു ലേബർ വിഭാഗം അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പീപ്പിൾ, പണിയെടുക്കുന്ന എപ്പോഴും ഈ ഒരു ഭരണവർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ
പ്രോലിറ്റേറിയൻ എന്ന് പറയുന്നത്. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ദ ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെയോ ഓണേഴ്സ് എപ്പോഴും ഈ ഒരു ബൂർഷ്വാസി വിഭാഗം, അത് ഭരണവർഗം അല്ലെങ്കിൽ ഉയർന്ന വർഗം എന്നറിയപ്പെടുന്ന, സൊസൈറ്റിയിലെ ഉയർന്ന വർഗം എന്നറിയപ്പെടുന്ന ഈ ബൂർഷ്വാസി വിഭാഗമായിരിക്കും എപ്പോഴും ഈ ഒരു പ്രൊഡക്ഷൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഓണർ എന്ന് പറയുന്നത്. അതേസമയം എന്താണ് പ്രോലിറ്റേറിയൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പ്രോലിറ്റേറിയൻ? ഒരു വിഭാഗം വർക്കിംഗ് പീപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോലിറ്റേറിയൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് ഗാന്ധിസ് ആണ്. എന്താണ് ഗാന്ധിസം എന്ന് നോക്കാം. ദ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി, ഗാന്ധിൻ്റെ ഒരു ഫിലോസഫിയാണ് ഈ പറയുന്ന ഗാന്ധിസം എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസ് നോൺ വയലൻസ്, ട്രൂത്ത്, പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് ട്രസ്റ്റിഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും നോൺ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊരു അഹിംസാപരമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കോൺസെപ്റ്റുകളും നിലനിൽക്കുന്നത് അഹിംസാപരമായിട്ടുള്ളതായിരിക്കും. പിന്നെ ട്രൂത്ത്, എപ്പോഴും സത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഫാക്ട്സുകൾ മാത്രം നോക്കിക്കാണുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എപ്പോഴും ഗാന്ധിസത്തിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴും അദ്ദേഹം എപ്പോഴും അത് പരിഹരിക്കാൻ ശ്രമിക്കുക പീസ്ഫുള്ളി ആയിരിക്കും. എവരി ടൈം ഹി സോൾവ് ദസ് പ്രോബ്ലംസ് വിത്ത് പീസ്ഫുള്ളി. എപ്പോഴും അദ്ദേഹം ശ്രമിക്കുക അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പീസ്ഫുൾ ആയിട്ടായിരിക്കും. കോൺഫ്ലിക്ട്സുകളൊക്കെ സമാധാനത്തോടു കൂടി പരിഹരിക്കാനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറ്. നെക്സ്റ്റ് വരുന്നത് ട്രസ്റ്റിഷിപ്പാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിക്കകത്ത്, ഈ ഫിലോസഫിക്കകത്ത്, ഗാന്ധിസം എന്ന ഫിലോസഫിക്കകത്ത് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, സോഷ്യലി അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി ഉന്നതരായിട്ടുള്ള വിഭാഗം ആളുകൾ അവരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ ലാൻഡ് എല്ലാം അവരെന്ത് ചെയ്യുന്നു, അവരുടെ മാത്രം കൈക്കുള്ളിൽ ഒതുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ട്രസ്റ്റിഷിപ്പിനകത്ത് കാണുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഈ വെൽത്ത് മുഴുവനും സൊസൈറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ മറ്റ് ആളുകൾക്ക്, പുവറായിട്ടുള്ള ആളുകൾക്കും കൂടി ഇത്തരം സ്വത്തുകൾ കിട്ടുകയും അല്ലെങ്കിൽ അവർക്കും കൂടി അത് അനുഭവിക്കാനുള്ളൊരു അവകാശം കിട്ടുകയും ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് കീഴിൽ നിലനിർത്താതെ അത് സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ആണ്. ക്യാപിറ്റലിസം എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ക്യാപിറ്റലിസം എന്ന് നോക്കി നോക്കാം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു ഇക്കോണമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ് ഓൺ കൺട്രോൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ഫാക്ടറീസ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഒരു വിഭാഗം ബിസിനസ്സേഴ്സോ എന്ത് ചെയ്യുന്നു, അവരുടെ ഓണർഷിപ്പിൽ ലാൻഡും ഫാക്ടറീസും എല്ലാം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നവരാണ് ക്യാപിറ്റലിസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത്. ഓപ്പറേറ്റ് to generate profit with prices and production determined by the market force of supply and demand. ഇവരെപ്പോഴും ആ ഒരു മാർക്കറ്റിനകത്തുള്ള അവൻ്റെ സപ്ലൈയും അതേപോലെ പ്രൊഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒക്കെ ഒരു മാർക്കറ്റിൻ്റെ മൊത്തം കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ്റെ വില ഇടുന്നത്, പ്രൊഫിറ്റ്, പ്രൈസ്, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് വിഭാഗമായിരിക്കുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് രാഷ്ട്രങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്സിസം ആവുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു എമംഗ് ദ ഫോളോയിങ് ബിലീവ്ഡ് ദാറ്റ് ആൻഡ് മീൻസ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വ്യക്തികളാണ്, കുറച്ച് ഫിലോസഫേഴ്സാണ്. ഈ ഫിലോസഫേഴ്സിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് മീൻസ്, ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഒരേ സെയിം കോയിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ആരാണെന്നാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ കാൾ മാർക്സ്, ഓപ്ഷൻ ബി ലസ്കി, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി മാക്കിയവെല്ലി. ഇത്രയും ഓപ്ഷൻസ് ആണ്. ദ ആൻസർ ഈസ്
ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം അതിനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കി നോക്കാം. Gandhi strongly believed that the means used to achieve an end are just as important as the end itself. They are inseparable like two sides of the coin. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഒരേ പ്രവർത്തനത്തിൻ്റെ രണ്ട് ഇരുവശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് ലക്ഷ്യവും മാർഗങ്ങളും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ സെയിം റൂട്ടിൽ കൊണ്ടുപോവേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഇൻസെപ്പറേബിൾ ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വേർതിരിച്ച് വെക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്, ഒരു കോയിൻ്റെ ഇരുവശങ്ങളായിട്ടാണ് നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഗവൺമെൻറ്? താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ഗവൺമെൻറ്റുമായിട്ട് ശരിയല്ലാത്ത ഓപ്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമ്മളൊരു ആൻസർ വായിക്കുമ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നോട്ട് എന്നുള്ള ഓപ്ഷൻസ്, നോട്ട് എന്നാണ് കൊടുത്തതെങ്കിൽ അത് കൃത്യമായിട്ട് ആ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൂടുതലും യെസ് എന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും എടുക്കുക. കാരണം അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക. ഇവിടെ നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നത്, ഗവൺമെൻറ്റുമായിട്ട് തെറ്റായിട്ടുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് എ എലമെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഇതൊരു സ്റ്റേറ്റ് എലമെൻ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എലമെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ലോസ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ലോസ് മേക്ക് ചെയ്യുക, നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് പവേഴ്സ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് അവരുടെ പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പവർ കിട്ടിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന എന്നാണ്. ഭരണഘടനയിൽ നിന്നാണ് ഗവൺമെൻറ്റിന് അതിൻ്റെ പവർ കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഇത് പെർമനൻ്റ് ആണ്, അഥവാ എന്ന് പറയുന്നു സ്ഥിരമാണ് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്ഥിരമാണ് എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് പെർമനൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പെർമനൻറ്റ്. എന്താണ് ഓപ്ഷൻ ഡി വരാൻ കാരണം നമുക്ക് നോക്കാം. കാരണം അതൊരു തെറ്റായ ആൻസറാണ്. എന്തുകൊണ്ടാണ് ആ ആൻസർ തെറ്റായതെന്ന് നോക്കാം. ഗവൺമെൻറ് ഈസ് നോട്ട് എ പെർമനൻറ്റ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാണ്, ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയല്ല ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്നാണ്. ഇറ്റ് ക്യാൻ ചേഞ്ച് ത്രൂ ഇലക്ഷൻസ് ഓർ അതർ പൊളിറ്റിക്കൽ പ്രോസസ്. ഗവൺമെൻറ് ഓരോ 5 വർഷം കൂടുന്തോറും മാറാറുണ്ട്. നമുക്കറിയാം, ഇലക്ഷൻസ് വഴിയും അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ പ്രോസസ്സ് വഴിയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓരോ 5 വർഷം കൂടുമ്പോഴും മാറുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരിക്കലും ഒരു പെർമനൻറ്റ് ബോഡിയല്ല, സ്റ്റേറ്റ് മാത്രമാണ് അവിടെ ഒരു പെർമനൻ്റ് ആവുന്നത്. ദ സ്റ്റേറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് പെർമനൻറ്റ്, ബട്ട് ദ ഗവൺമെൻറ് ഈസ് എ ടെമ്പററി ബോഡി ദാറ്റ് റൺസ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മാത്രമാണ് അവിടെ പെർമനൻ്റ് ആയിരിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഷനാണ്. അതൊരിക്കലും നമ്മൾ ഒരു സംസ്ഥാനമായിട്ട് കാണേണ്ടതില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേഷൻ എന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റാണ് അവിടെ പെർമനൻ്റ് ആയിരിക്കുന്നത്. സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, മാറി മാറി പുതിയ ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ്റാണ് ആ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഗവൺമെൻറ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ബോഡി. ഗവൺമെൻറ് ഒരു പെർമനൻറ്റ് ബോഡി അല്ല, ഒരു സ്ഥിരം ബോഡി അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. Which fundamental rights has been removed from the list of fundamental rights by the 44th 1978 Constitutional Amendment Act? താഴെ കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്, ഒരു മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള, ഇന്ത്യൻ ഭരണഘടനയിലെ അകത്തുള്ള മൗലിക അവകാശങ്ങളെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന
അമെൻമെൻറ്റ് പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 44th അമെൻമെൻറ്റ് 44ാമത്തെ 1978 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. മാറ്റിയിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നാണ്. ഓപ്ഷൻ ബി റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വത്തവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം ആണ്, എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസ് എന്ന് പറയുന്നത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നു. എന്താണെന്ന് നോക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തവകാശത്തിനുള്ള അവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. The right to property was removed from the list of fundamental rights by the 44th Constitutional Amendment Act 1978. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്ന സ്വത്തവകാശത്തെ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 44ാമത്തെ അമെൻമെൻ്റ് ആണ് നമ്മൾ ഈ ഒരു റിമൂവലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത്. നൗ ഇറ്റ്സ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. ഇന്ന് അതുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റിലല്ല, കാരണം നമ്മളത് റിമൂവ് ചെയ്തു. ഇന്ന് അതൊരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ആർട്ടിക്കിൾ 300A ഇന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻസുമായി അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.